കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ കുറിയും തരണം. കൊള്ളാമല്ലോ. രാജീവ്, എന്താ പയ്യന് ജോലി? കോളേജ് ലെക്ചറാ. ആഹാ, അപ്പൊ പണം കുറെ മുടക്കേണ്ടി വരുമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ജോലി ഉള്ളവർ പോലും കനത്ത തുകയാ സ്ത്രീധനമായി ചോദിക്കുന്നത്. അവരങ്ങനെ ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല. ആ പയ്യന് ഇഷ്ടമായിരുന്നു ശാരിയെ. ഓ, ലവ് മാരേജ്. അതാണല്ലോ സൗകര്യം, പൈസ മുടക്കണ്ട. മൂന്നാമത്തെ ആൾ കൂടി അങ്ങനെ ഒന്ന് ആലോചിക്കണേ. ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? എനിക്കൊരു കാര്യം കൂടി. സമയം നഷ്ടപ്പെടുത്താതെ പറയണം. നാളെയാണ് കല്യാണം. വിഷ്ണുവിനെയും ശാലിനിയും എന്റെ കൂടെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ. എന്താണാവോ കാര്യം? പിന്നെ നോക്ക് ശാരദേ, നിങ്ങളുടെ മകളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി ഇവൻ സത്യഭാമയുടെ മകനല്ലാതാവില്ല. നിങ്ങളുടെ വീട്ടിലെ പന്തല് പണിക്കും പാത്രം മോറാനൊന്നും ഇവനെ പ്രതീക്ഷിക്കണ്ട. അതങ്ങനെയാണോ ഭാമ എടുക്കേണ്ടത്? വിഷ്ണുവിന്റെ കല്യാണം വന്നപ്പോ അത്ര രസത്തിലല്ലാതിരുന്നിട്ടും നീ എന്തിനാ അർജുന്റെ വീട്ടിൽ പോയി ക്ഷണിച്ചത്? പന്തല് കെട്ടാനും പാത്രം മോറാനും ആണോ? എന്തു പറഞ്ഞാലും ആ വീട്ടിലെ ആദ്യത്തെ മരുമകൻ വിഷ്ണുവാ. ആ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ മുന്നിൽ നിൽക്കേണ്ട അവൻ തന്നെയാ. അതവന്റെ കടമയാ. ശരി, തോന്നി വാസം എന്താന്ന് വെച്ചാ ആയിക്കോ. പിന്നെ അതൊന്നും കാര്യാക്കണ്ട. ഡാ, നീ ഇവരോട് കൂടെ ഇറങ്ങാൻ നോക്ക്. ഇയാളെ ഈ വീൽ ചെയറോടെ എടുത്ത് കിണറ്റിലിട്ടാലോ? എന്നാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം. മോള് കല്യാണത്തിന് വരില്ലേ? പിന്നെ വരാതിരിക്കോ ശാരദാമ്മ? ആ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. രാഘവേട്ട, ശാരദാമ്മ സമാധാനായിട്ടിരിക്കേ. ആരുണ്ട് ഇല്ല എന്നുള്ളതല്ല, ആദ്യം ചടങ്ങ് നടക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ശാരദാമ്മയും കുടുംബവും. പോയിട്ട് വരാന്ന് പറ മോളെ. നന്നായി വരും. പോയിട്ട് വരാച്ചാ. പോയിട്ടോ മോളെ. അച്ഛാ, എന്നാ പോയിട്ട് വരാം. പോട്ടോ. ആ ബാഗ് വാമ. ഇവിടെ കയറി. ഇങ്ങ വന്നേക്ക്.
ഇത് നിന്റെ പടിയിറക്കോ ശാലിനി. ഇനി ഈ വീട്ടിലേക്ക് നിനക്കൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല. എന്റെ പൊന്നു മോനെ, പെട്ടെന്ന് തീരുമാനിച്ച. വിളിക്കാൻ വൈകിയതിന്റെ പരിഭവം തീർക്കാൻ വേണ്ടിയിട്ടാ തലേന്ന് ഒന്നുകൂടെ വിളിക്കുന്നത്. അപ്പൊ നീ രാവിലെ എന്നെ കത്തിയേക്കണം കേട്ടാ. ശരിയടാ. നിനക്ക് ഫോൺ താഴെ വയ്ക്കാൻ സമയമില്ലല്ലോ രാജീവേ. നേരിട്ട് പോയി ക്ഷണിക്കാൻ കഴിയാത്തവരെ ഒന്നുകൂടെ വിളിക്കുന്ന ഒരു മര്യാദയല്ലേ മേ? ഇതിപ്പോ സച്ചിയാ. ആലപ്പുഴ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ എടാ, നാളത്തേക്കിടാനുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ. മാല, മോതിരം, വാച്ച് ഒന്നും മറന്നിട്ടില്ലല്ലോ. ആ പിന്നെ പുതിയ ചെരുപ്പ്. എന്റെ അമ്മ ഇത് എത്രാമത്തെ വട്ടം എന്റെ അടുത്ത് ചോദിക്കുന്നേ? എടാ, മറക്കാതിരിക്കാൻ വേണ്ടി ഓരോന്നും എടുത്തു ചോദിക്കുന്നേ. ഞാനങ്ങനെ എളുപ്പത്തിൽ മറക്കുന്ന ആളൊന്നും അല്ലമ്മേ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇത്ര വരെ എത്തിയത്. അമ്മ എന്തോ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മയ്ക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും വിസമ്മതം ഉണ്ടോ? ഏയ്, എനിക്ക് വിസമ്മതം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂടാ. ആ എടാ, പിന്നെ മറന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ശാരികയ്ക്ക് ഒരു 30 പവൻ കൊടുത്തേക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട് ശാരദാമ്മ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയണം. ആ, ഒരു 100 രൂപയോ 1 ഗ്രാമോ ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. 30 പവൻ തരാമെന്ന് അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാ. തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ വിധം മാറുവേ. അതൊരുമാതിരി പറഞ്ഞു പറ്റിക്കലല്ലേ. അത്തരക്കാരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. അമ്മ എന്താ അങ്ങനൊക്കെ പറയുന്നേ? അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? എടാ, ശാരദാമ്മയെ പറ്റി കൂടുതൽ അറിയുന്തോറും എനിക്ക് സംശയങ്ങൾ കൂടി വരികയാ. ചുളുവില് മക്കളുടെ കല്യാണം നടത്താൻ അവര് ചില ഉഡായിപ്പ് നടത്തുന്നുണ്ടോന്നൊരു സംശയം. ശാലിനിയുടെ കാര്യം തന്നെ നീ നോക്കിയേ. ബാലചന്ദ്രനുമായി കല്യാണം ഉറപ്പിച്ചു. പക്ഷെ കല്യാണ പന്തലിൽ വെച്ച് കാലുമാറി. പിടിച്ചത് പുളിങ്കൊമ്പിലും. സമയാസമയം അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും വേഷം കെട്ടല് കല്യാണ പന്തലിൽ വെച്ചുണ്ടായ പിന്നെ അമ്മ പറയുന്നത് മോൻ അനുസരിക്കണം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. മോൻ എനിക്ക് വാക്കുതാ. അമ്മയ്ക്ക് സന്തോഷമായി മോനെ. ഇനി അധികം ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഏഷണിക്കാരും പരദൂഷണക്കാരും ആ ചുറ്റിനും. അമ്മ എന്തിനിപ്പ 30 പവന്റെ കാര്യം എടുത്തിട്ട്? അമ്മ സ്ത്രീധനം അങ്ങോട്ട് ചോദിച്ചതാവോ? അമ്മയുടെ ഒരു സ്വഭാവം വെച്ച് ദാസം, നീ പുലച്ചോടെ ഉണ്ടായിക്കൊള്ളണം. ആ, കോയമ്പത്തൂരാണ് കോട്ടയത്താണെന്ന് പറഞ്ഞ ഒരുമാതിരി ഒഴിവഴിവ് പറഞ്ഞാണല്ലോ. ആ, എല്ലാം റെഡി ആയിരിക്കും ആശാനെ. ആ എടാ, നമ്മുടെ ഫുൾ ടീമിനെ വിളിക്കേ. ആ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും പന്തലടക്കം എല്ലാം റെഡി ആയിട്ടിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി ആശാനെ. ആ, ഇല്ലെങ്കിലേ നല്ല ഇടിയാ. ആ, ഓർത്തോ. ഓ, റൗഡികൾക്കും തെമ്മാടികൾക്കും ആകെ അറിയാവുന്ന പണി അതല്ലേ. ഇടി, വെട്ട്, കുത്ത്. എന്നെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും നല്ല മതിപ്പായി എന്നാ തോന്നുന്നേ. ഓലക്കയുടെ മൂട്. ഇയാളുടെ വേഷം കെട്ടുന്ന എന്റെ അടുത്ത് നടക്കില്ല.
കൊള്ളാല്ലേ? എന്താണ് പിന്നെ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട. പന്തലിലെ അലങ്കാരവും മറ്റെല്ലാം നാളെ രാവിലെ റെഡി ആയിരിക്കും. മോനിതൊക്കെ ബുദ്ധിമുട്ടായല്ലേ? ഇതൊക്കെ എന്റെ കടമയല്ലേ അമ്മ. അതെ അമ്മ, കടമകൾ കൃത്യമായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാ വിഷ്ണുവേട്ടൻ. എല്ലാ ദിവസവും ഒരു 10 പേർക്ക് വേണ്ടിയെങ്കിലും ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ? അല്ലെങ്കിലേ ഉറക്കം വരില്ലെന്ന് പറയണേ. ആ അത് കൊള്ളാലോ. എന്നാ പിന്നെ എന്റെ കല്യാണം കൂടി നടത്തിയിട്ട് പോയാ മതി വിഷ്ണുവേട്ടാ. റെഡി. നാളെ പയ്യനടക്കം എല്ലാ സെറ്റപ്പും ചെയ്തു തരും ഈ വിഷ്ണു. ഇയാളെ പോലെ ഏതെങ്കിലും ഗുണ്ടയായിരിക്കും ചെറുക്കൻ. ഈ പെണ്ണിന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. തമാശയല്ലേ അമ്മേ, ഡോണ്ട് ബി സീരിയസ്. നമ്മളുടെ കല്യാണം അത്ര പെട്ടെന്നൊന്നും നടത്തണ്ടമ്മേ. അവക്കെങ്കിലും നല്ലൊരു പയ്യനെ കിട്ടട്ടെ. അയ്യോ അങ്ങനെ പറയരുത്. രാജീവ് സാർ അത്ര മോശം പയ്യനാണെന്ന് എനിക്ക് അഭിപ്രായമില്ലോട്ടമ്മേ. എനിക്കില്ലേ? അയ്യോടാ ഇരിക്കുന്നു. ആ ആർക്കറിയാം, ഒരുപക്ഷെ വന്നു കയറുന്ന മരുമക്കളായിരിക്കും നാളെ ഈ കുടുംബശ്രീയുടെ താങ്ങും തണലും ഒക്കെ. ഇതുവരെ മോശമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ അതെ അമ്മ, ഞങ്ങൾ രണ്ടുപേരും നല്ല ഉഗ്ര ജോഡിയല്ലേ? പിന്നെ പറയാനുണ്ടോ? പോളച്ചന്റെ ജ്വല്ലറിന്നാ ഇതിവിടെ തരാൻ പറഞ്ഞു. 30 പവൻ തികച്ചുണ്ട്. നേരത്തെ പറഞ്ഞ ഏൽപ്പിച്ച ഡിസൈനുകൾ തന്നെയാ. 24 കാരറ്റ്. തൂക്കത്തിലോ മാറ്റിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോളച്ചനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, എന്തെങ്കിലും കുടിച്ചിട്ട്? ഓ വേണ്ട, സമയം വൈകി. ശരി ശരി. എവിടെ എവിടെ കണ്ടേ ആഭരണങ്ങൾ? ചേച്ചി തുറക്കട്ടെ അമ്മേ? തുറക്ക്. നല്ല രസമുണ്ട്. പുതിയ കുറെ ഡിസൈൻസ് ഉണ്ടല്ലോ. കുഞ്ഞേച്ചിയുടെ സെലക്ഷനാ? വിജയാന്റി കുറെ ആഭരണങ്ങളുടെ പേര് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെയുണ്ട്. അഷ്ടലക്ഷ്മി നെക്ലസും മുല്ലമുട്ടുമാലയൊക്കെ. ബാക്കിയുള്ളതൊക്കെ പാതി എന്റെയും ബാക്കി പാതി അമ്മയുടെയും സെലക്ഷനാ. ചേച്ചിക്ക് 30 പവന് പുറമെ ഗോൾഡ് കപ്പ് കൂടി അടിച്ചു എന്നാ തോന്നുന്നേ. ദേ കോള് വരുന്നുണ്ട്. പോടി, ഇതൊരു ഫ്രണ്ടാ. ഹലോ ഹലോ, ഇയാൾ ഉറങ്ങിയായിരുന്നോ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതെന്താ? പഴയൊരു പാട്ടുണ്ട്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണത്തിന് മുന്നേ അങ്ങനെ ആയിരിക്കും എന്നാ പലരും പറയുന്നേ. ആ, അത് പലരും പറയുന്നതല്ലേ. ഞാൻ എന്തായാലും ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. എന്തായാലും ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. പിന്നെ ഇയാള് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. അതെന്താ? നാളെ രാത്രി മുതൽ ഉറക്കമില്ലല്ലോ. അതെന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കല്യാണം കഴിഞ്ഞ് ഇളങ്ങി വാ. ഭക്ഷണത്തും പറയുന്നോ? സാറുമാർ ഇങ്ങനെയൊക്കെ സംസാരിക്കോ?
എനിക്കറിയില്ലായിരുന്നു. സാറായാലും പ്രിൻസിപ്പാൾ ആയാലും പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്മാര് സംസാരിക്കുന്നേ. ആന്റി ഒന്നും കേൾക്കണ്ട, ഞാൻ സാറിനെ വഴിപിഴപ്പിച്ചു എന്ന് പറയും. എന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ല. ആ ഞാനേ വേറൊരു കാര്യം അറിയാനും കൂടെ വിളിച്ചേ. എന്താ സാർ? നമ്മുടെ വിവാഹത്തിന് സ്ത്രീധനമായിട്ട് അമ്മ നിങ്ങളോട് സ്വർണം എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? നേരത്തെ ഉറപ്പിച്ച 30 പവൻ നൽകിയിരിക്കുന്ന വാക്ക്, അതാണ് ആവശ്യം. ഉറപ്പ് വിജയന്റി. ഒപ്പം രാജീവ് ഇത് അറിയാനും പാടില്ല ഒരു കാലത്തും. എന്താടോ ഒരു പരിങ്ങല്? ഇയാള് കാര്യം തുറന്നു പറ. അതൊന്നുമില്ല സാർ. പിന്നെ ഒരു 30 പവന്റെ കാര്യമൊക്കെ അമ്മ ഇവിടെ പറയുന്നത് കേട്ടു. അത് അമ്മ അങ്ങോട്ട് വാക്ക് കൊടുത്തതാ 30 പവൻ കൊടുക്കാന്ന്. ഓ കല്യാണത്തിന്റെ സമയത്തിന് തന്നെ നീ എത്തിക്കണേടി. അപ്പൊ ഞാൻ വെക്കാം. ഫ്രണ്ട് അല്ലേ വല്യേച്ചി? അതേന്നെ. എന്തായാലും ഫ്രണ്ടിനോട് കൃത്യസമയത്ത് തന്നെ വരാൻ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ. ആ ഫ്രണ്ടല്ലേ താലി കെട്ടേണ്ടത്. മോളെ ശാരിയെ, നീ ഒന്ന് വന്ന് ഇതൊക്കെ ഇട്ടു നോക്കിയേ. അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. പറഞ്ഞു ചേച്ചി. ഞാനിത് എത്ര നേരായി നിന്നെ വിളിക്കുന്നു സുസ്മിതേ. നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യത്തെ? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ചേച്ചി. സമയാകട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് വിട് ചേച്ചി. ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാന്ന് പറ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനല്ലേ ഞാൻ നിന്നെ മരിച്ചു വിളിച്ചോണ്ടിരിക്കുന്നേ. കേൾക്കട്ടെ. കേട്ടാ നീ ഞെട്ടും. ഞെട്ടാ ഞാൻ റെഡിയാ ചേച്ചി, പറഞ്ഞു. ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് പോളച്ചന്റെ കയ്യിൽ നിന്ന് സ്വർണവും പണവും വാങ്ങിച്ചിരിക്കുവാന്ന്. ഞാൻ ഞെട്ടിയില്ല ചേച്ചി. അതെന്താ? ഞാനല്ലേ അതിന് പിന്നിൽ കളിച്ചത്. നീയോ? അതെ ചേച്ചി, ഞാൻ തന്നെ. നിനക്കിത് എന്തിന്റെ കേടാ സുസ്മിതേ? കോടികൾ മതിക്കുന്ന ഭൂമിയല്ലേ അത്. ഇനിയിപ്പോ ശാരികയുടെ കല്യാണം കൂളായിട്ട് അങ്ങ് നടക്കില്ലേ? ശാരികയുടെ കല്യാണം നടക്കില്ല ചേച്ചി. അത് നടക്കാതിരിക്കാനാ ഞാനങ്ങനെ ചെയ്തത്. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാലിനി പണയം വെക്കാനിരുന്നത് അവളുടെ വീടിന്റെ ആധാരമാ. അവളുടെ വീടിന്റെ ആധാരവും? അത് ഗോപാലേട്ടന്റെ പേരിലുള്ളതല്ലേ? അതാണെങ്കിൽ എന്റെ വീട്ടിന്റെ അലമാരയിലും. എന്നാ കേട്ടോ, ചേച്ചിയുടെ വീട്ടിലെ ആ അലമാരയില് ആ ആധാരം ഇപ്പൊ ഇല്ല. ഇല്ലെന്നോ? ചേച്ചി വെറുതെ ഇനി തപ്പി വിഷമിക്കണ്ട. അതൊരാളെടുത്ത് ശാരദയ്ക്ക് കൊടുത്തു. പണയം വെച്ച് ശാരികയുടെ കല്യാണം നടത്താൻ. അതാര്? എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ സംസാരം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചത്ത 10 പൈസ കിട്ടില്ലെന്നും അങ്ങേരെ കൊണ്ട് ഇനി വലിയ പ്രയോജനം ഇല്ലെന്നും ഒക്കെ. ആ മനുഷ്യനെ ഞാനിന്ന് ചവിട്ടിക്കൊല്ലും. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. ആ ആധാരം എന്റെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ശാരികയുടെ കല്യാണം മുടക്കുക എന്നുള്ളതാ ഇപ്പോഴത്തെ നമ്മുടെ പൊതു ലക്ഷ്യം. അതെങ്ങനെ മുടക്കുമെന്ന് പറഞ്ഞീ? സ്വന്തം വീടിന്റെ ആധാരമാണെന്ന് കരുതിയ ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചത്. ഞാൻ ആധാരം മാറ്റിവെച്ച വിവരം ശാലിനി അറിഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊള്ളല്ലോ. ഇനി കല്യാണം മുടക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞീ? ഈ കല്യാണം മുടക്കുന്നത് ഞാനല്ല, ചേച്ചിയായിരിക്കും.